പടുത്തുയർത്തിയ പ്രശസ്തിയും പേരും ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയുടെ കൺമുന്നിൽ ഇല്ലാതാകുന്ന സാഹചര്യമാണിപ്പോൾ. മുമ്പും ദിയയ്ക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യമായിട്ടാണ് ഇത്രയധികം വിമർശനം ദിയയ്ക്ക് കേൾക്കേണ്ടി വരുന്നത്. മുമ്പ് പിന്തുണച്ചവർ പോലും ഇന്ന് ദിയയെ പിന്തുണയ്ക്കുന്നില്ല. ഭർത്താവിന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയ വിവാദമുണ്ടാകുമെന്ന് ദിയ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. ദിയ ഉന്നയിച്ച വാദത്തെ അനുകൂലിക്കുന്നവർ ഏറെയാണ്. എന്നാൽ ദിയ പറഞ്ഞ രീതി ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വഴിയിൽ നിൽക്കുന്നവരെയൊന്നും എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ പറ്റില്ല. എനിക്ക് സ്വന്തമായി അച്ഛനും അമ്മയുമുണ്ട്. അതില്ലാത്ത ആരെങ്കിലേക്കൊക്കെ വിളിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ഭർത്താവ് അശ്വിൻ ഗണേഷിന്റെ മാതാപിതാക്കളെ അപമാനിച്ചു. അച്ഛനും അമ്മയും ഇല്ലാത്തവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു എന്നിങ്ങനെ ഏതു തലത്തിൽ നോക്കിയാലും ഈ പരാമർശം തെറ്റാണെന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു. ദിയെ അന്ധമായി ഇഷ്ടപ്പെടുന്ന ചിലർ മാത്രമേ ഈ പ്രസ്ഥാനവേരെ അനുകൂലിക്കുന്നുള്ളൂ. ജനരോഷം കമന്റുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. കൂട്ടത്തോടെ അൺസബ്സ്ക്രൈബും ചെയ്തു. 25,000 പേർ അൺസബ്സ്ക്രൈബ് ചെയ്തു എന്ന പേരാണ് കണക്കുകൾ. ദിയയുടെ ജ്വല്ലറി ബിസിനസ്സിൽ പോലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ബാധിച്ചേക്കാം. വിട്ടുകൊടുക്കാൻ ദിയയും തയ്യാറല്ല. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്ന ദിയ വീണ്ടും ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നു. ഈ സാഹചര്യത്തെ ദിയയെ രക്ഷപ്പെടുത്താൻ അശ്വിൻ്റെ മാതാപിതാക്കൾക്ക് മാത്രമേ ഇനി സാധിക്കൂ. ക്യാമറയ്ക്ക് മുന്നിൽ ദിയയെക്കുറിച്ച് നല്ല രണ്ട് വാക്കുകൾ പറഞ്ഞാൽ യൂട്യൂബ് വ്യൂവേഴ്സ് കഴിഞ്ഞതെല്ലാം മറന്നേക്കും. എന്നാൽ ഇതുവരെ അശ്വിനോ അശ്വിൻ്റെ മാതാപിതാക്കളോ വിവാദങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. അവഗണിക്കുന്ന രീതി ദിയ സംസാരിച്ച അമ്മായിമാരുടെ മുൻപിൽ ഈ ആവശ്യമായി ദിയയ്ക്ക് ചെല്ലേണ്ടി വരുമോ എന്ന ചോദ്യങ്ങളുമുണ്ട്. ഇല്ലെങ്കിൽ ഈ നെഗറ്റീവ് കമൻറ്റുകളെല്ലാം ദിയ സഹിക്കേണ്ടി വരും. ദിയ കൃഷ്ണ അശ്വിൻ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഇതിനുള്ളിൽ ദിയ ഭർത്താവിൻ്റെ വീട്ടുകാരോടുള്ള മനോഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് അഭിപ്രായങ്ങൾ.